make a video on a few gift ideas that we can do for Christmas. So without further ado, let's get into the video. The first thing that we can do is reusing old candles and making something like this. So first of all, ഇത് ഉണ്ടാക്കാനായിട്ട് കുറേ യൂസ് ചെയ്ത ക്യാൻഡിൽസ് വേണം. ഇത് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിട്ട് ആസ് യു ക്യാൻ സീ യൂസ് ചെയ്ത ക്യാൻഡിൽസ് ആണ്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ബീസ് വാക്സ് മേടിച്ചിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാം. സോ ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ വാക്സും അതിൻ്റെ ഹോൾഡറിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. We'll need to melt this to pour into the mold. So now grab a pan. ഇതിപ്പോൾ ഞാൻ ക്രാഫ്റ്റ്സ് എല്ലാം ചെയ്യുന്ന പാനാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ എടുക്കുന്നത്. സോ അതിലോട്ട് നമുക്ക് ഈ വാക്സ് ബിറ്റ്സ് ഒക്കെ അതിനകത്തിട്ടിട്ട് ഇത് നമുക്ക് മെൽറ്റ് ചെയ്ത് കൊണ്ടുവരാം. മീൻവൈൽ അത് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാൻഡിലിൻ്റെ വിക്ക് ഫിറ്റ് ചെയ്യണം. സോ അതിനുവേണ്ടി ഞാനിവിടെ ആ ബേസ്, ആ മെറ്റൽ ബേസ് തന്നെ എടുത്തിട്ട് അത് സർക്കിളായിട്ട് കട്ട് ചെയ്യുകയാണ്. Now as you can see, ഞാൻ അതിലൊരു ചെറിയ ഹോൾ ഉണ്ടാക്കി അതിലൂടെ നമ്മളുടെ തിരി അത് നമ്മൾ പാസ് ചെയ്യാണ്. സോ അതിൻ്റെ എൻഡിൽ നമ്മൾ കുറച്ച് ഗ്ലൂ ഇട്ടിട്ട് വി ആർ ഫിക്സിങ് ദാറ്റ് എൻഡ് സോ ദാറ്റ് ഇറ്റ് സ്റ്റേസ് ദെയർ ആൻഡ് വി ഷുഡ് ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. മീൻവൈൽ നമുക്ക് ക്യാൻഡിൽസ് എല്ലാം മെൽറ്റ് ചെയ്തെടുക്കണം, എന്നിട്ട് അതിൻ്റെ വിക്കിൻ്റെ എൻഡ്സ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. നൗ ഗ്രാബ് എനി മോൾഡ്. സോ ഹിയർ ഐ എം യൂസിങ് ദിസ് കണ്ടെയ്നർ. സോ ഇതിപ്പോൾ ഒരു മെറ്റൽ ക്യാപ്പുള്ളൊരു കണ്ടെയ്നറാണ്. ദിസ് ഈസ് വാട്ട് ഐ എം യൂസിങ് ടു മേക്ക് ദ ക്യാൻഡിൽ. First thing to do is fix the wick to the bottom of the container. Don't forget this step and continuously keep stirring the wax so that namukku adu cut avadirikan. And to this you can add any essential oil of your choice. Now take a container and using this dowel ഞാൻ ആ wickന്റെ ends ഇതിൽ ഒട്ടിച്ചു വെക്കുമ്പോൾ so that it stays upright. അല്ലെങ്കിൽ നമ്മൾ വാക്സ് ഒഴിക്കുമ്പോൾ അത് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് മൈ ഫേവറേറ്റ് പാർട്ട്, ഡെക്കറേഷൻ. സോ ഇത് നമുക്ക് എന്താണെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഡ്രൈ ഫ്ലവേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. സോ പിങ്ക് കളർ ഡ്രൈ ഫ്ലവേഴ്സ്. യു ക്യാൻ യൂസ് എനിത്തിങ് ടു ഡെക്കറേറ്റ്, ബീഡ്സ്, ഗ്ലിറ്റർ, എനിത്തിങ്. സോ ഐ എം യൂസിങ് യുവർ ഡ്രൈ ഫ്ലവേഴ്സ്. എന്നിട്ട് ഞാനത് നന്നായിട്ട് അറേഞ്ച് ചെയ്യാണ്. യു ക്യാൻ അറേഞ്ച് അക്കോർഡിംഗ് ടു യുവർ വിഷ്. ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് യു വിൽ ഹാവ് ടു കീപ്പ് ഇറ്റ് ഓവർ നൈറ്റ് ടു സോളിഡിഫൈ. ആൻഡ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ എടുത്തപ്പോൾ ഇങ്ങനെയായിരുന്നു ഇരുന്നത്. ചെറുതായിട്ട് ഡെക്കറേഷൻ്റെ മുകളിലൊക്കെ വാക്സ് പോയിട്ടുണ്ട്. കുറച്ച് ഹീറ്റ് യൂസ് ചെയ്ത് യു ക്യാൻ ക്ലീൻ ഓൾ ദാറ്റ് മെസ് അപ്പ്. പിന്നെ മേജർ പാർട്ട് ആ ഡൗൾ അതിൽ നിന്ന് കട്ട് ചെയ്യണം. ആൻഡ് ദിസ് ഇസ് ഹൗ ആർ ക്യാൻഡിൽ ലുക്ക്. Now you can light up the candle and enjoy it. If you are എന്നെ പോലെ കുറച്ച് DIY ഒക്കെ ഇഷ്ടമുള്ളതാണെങ്കിൽ then this is a very good option for gifting as well as നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ക്യാൻഡിൽസ് റീയൂസ് ചെയ്ത് ഉണ്ടാക്കാം. If you are gifting a foodie, then this is the option. This is a simple brownie made in the air fryer. So to make this brownie, you will need 1/4 cup of flour, 2 tablespoons of cocoa powder, പിന്നെ ഒരു 1/4 teaspoon of baking powder. ഇനി എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. To this, I am adding a pinch of salt. നെക്സ്റ്റ് ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസിന് വേണ്ടി ഞാൻ ഇവിടെ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് 1/3 കപ്പ് ഓഫ് ഷുഗർ, 1/3 കപ്പ് ഓഫ് ബട്ടർ, റൂം ടെമ്പറേച്ചർ ബട്ടർ ആയിരിക്കണം, ആൻഡ് മിക്സ് ഇറ്റ് റിയലി വെൽ. വൺസ് യു ഫീൽ ദാറ്റ്സ് മിക്സ്ഡ് വെൽ, ടു ദാറ്റ് യു ആഡ് 1 egg. അതും നന്നായിട്ട് മിക്സ് ചെയ്യുക. To this you add 1/2 teaspoon of vanilla essence. Now the main step, you mix the dry and the wet ingredients. അപ്പോൾ പതുക്കെ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മുടെ എഗ്ഗിൻ്റെ മിക്സറിലോട്ട് ഇട്ടിട്ട് അത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. Now ബ്രൗണിയുടെ മെയിൻ പാർട്ട് ചോക്ലേറ്റ് ബിറ്റ്സ്. സോ ഇതിൽ ഞാനിപ്പോൾ ചോക്ലേറ്റ് ബിറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. So now I have to prepare the baking pan. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈസിന് പറ്റുന്ന പോലെ ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ടുണ്ട്. And I'm also brushing the ends with butter.
Air fryer അല്ലെങ്കിൽ oven എന്താ യൂസ് ചെയ്യുന്നത് അത് പ്രീ ഹീറ്റ് ചെയ്യാൻ മറക്കരുത്. Now pour the batter into the pan and keep it to bake at 175 degrees Celsius for 15 minutes. You can also add these last minute decoration, like here I'm using almonds. You can use anything of that sort. And after waiting for 15 minutes, here is my brownie. Firstly, you have to cut the sides. Now you can cut the brownies according to your wish. So I tried to cut it using the cookie cutter, but it did not come out well. The next part is decorating. You can decorate using anything that you like. Here I'm using icing. You can also add some sprinkles over it. This recipe is too good. Brownie നല്ല ടെക്സ്ചർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഉള്ളിൽ ആ സോഫ്റ്റ്നെസ് ഉണ്ടായിരുന്നു. സോ ഇത് നല്ല നീറ്റ്ലി നമുക്ക് പാക്ക് ചെയ്തിട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് ചൂടായിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ബ്രൗണി എടുത്തിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് ഐസ്ക്രീം ഇട്ടിട്ട് we can enjoy it ourselves. And that comes to the end of our video. I hope നിങ്ങളിത് രണ്ടും ട്രൈ ചെയ്ത് നോക്കും. ഇതിപ്പോൾ ക്രിസ്മസ് അല്ല, എന്ത് ഫെസ്റ്റിവൽസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇത് ഗിഫ്റ്റായിട്ട് കൊടുക്കും. നിങ്ങളിത് ട്രൈ ചെയ്താൽ do tell me the feedback. And once again, Merry Christmas!